അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് തൃശ്ശൂർ പൂരത്തിലേക്കൊന്ന് തിരിച്ചുപോയാലോ. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ജനയുഗത്തിൽ വീണ്ടും ഒരു ലേഖനം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വാതിൽപ്പഴുതിലൂടെ ദേവിക എഴുതിയ ലേഖനത്തിൻ്റെ ഒരു ഭാഗം ഞങ്ങളുടെ പ്രതിനിധി പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതിലെ അന്വേഷണ റിപ്പോർട്ട് തട്ടിക്കൂട്ടെന്നാണ് CPI മുഖപത്രം ജനയുഗം പറയുന്നത്. ആക്ഷേപഹാസ്യ പങ്ക്തിയിലാണ് വിമർശനം. പൂരം കലക്കിയത് ADGP MR അജിത് കുമാറാണ് എന്ന് വിമർശിക്കുന്ന മുഖപത്രത്തിൽ നാണം കെട്ട റിപ്പോർട്ട് തയ്യാറാക്കി അജിത് കുമാർ സ്വയം കുറ്റവിമുക്തനാകുന്നു എന്നാണ് പരിഹാസം. ശ്രീജിത്ത് ചേരുന്നു നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അത് എഡിറ്റോറിയലല്ല, അതിലെ കോളത്തിൽ വാതിൽപ്പഴുതിലൂടെ എന്ന ആക്ഷേപഹാസ്യ കോളത്തിലാണ് ഈ പരാമർശമുള്ളത്. വളരെ രൂക്ഷമായ പരാമർശമാണല്ലേ ശ്രീജിത്ത് അജിത് കുമാറിനെതിരെയും റിപ്പോർട്ടിനെതിരെയും പത്രം സ്വീകരിച്ചിരിക്കുന്നത്? അരുൺ, തീർച്ചയായും ദേവിക എന്ന പേരിൽ വാതിൽപ്പഴുതിലൂടെ എന്ന ഒരു പങ്ക്തിയിലാണ്, ഈ ആക്ഷേപഹാസ്യ പങ്ക്തിയിലാണ് ഈ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആക്ഷേപം വന്നിരിക്കുന്നത്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ട് തട്ടിക്കൂട്ടെന്നാണ് ഈ ലേഖനം ഈ പങ്ക്തിയിലെ പങ്ക്തികാരൻ വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ ADGP MR അജിത് കുമാറാണ് ഈ പൂരം കലക്കിയത്. ഒരു ADGP രംഗത്തുള്ളപ്പോൾ എങ്ങനെയാണ് ഒരു SP-ക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാനാവുക എന്ന ചോദ്യം ചോദിക്കുന്നു. ഒപ്പം തന്നെ വീഡിയോ തെളിവുകൾ MR അജിത് കുമാറാണ് പൂരം കലക്കി സുരേഷ് ഗോപിക്ക് അനുകൂലമായി കാര്യങ്ങളെ മാറ്റിയത് എന്ന കാര്യവും പറയുന്നുണ്ട്. വീഡിയോ ദൃശ്യങ്ങളിൽ ആ തെളിവുകൾ വ്യക്തമാണ് എന്നാണ് ലേഖനം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് തയ്യാറാക്കി സ്വയം കുറ്റമുക്തനായി നെഞ്ചും വിരിച്ച് അജിത് കുമാർ നിൽക്കുകയാണ് എന്നാണ് ഈ ലേഖനത്തിൽ പരിഹസിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരല്പം സഭ്യത വിട്ട ഒരു പരാമർശവും ലേഖനത്തിലുണ്ട്. ഓടുന്ന കുതിരയ്ക്ക് ആടുന്ന ഡാഷ് ഭൂഷണം, അതങ്ങ് പറഞ്ഞേക്കാം. ആ ഡാഷായിട്ട് നമുക്ക് പറയാമെന്ന് തോന്നുന്നു ശ്രീജിത്തെ. എനിക്ക് തോന്നുന്നു ശ്രീജിത്തെ, ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ റിപ്പോർട്ട് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ മുകളിലിട്ടാണ് ദേവസ്വത്തിൻ്റെ തലയിൽ പഴിചാരിയുള്ള തട്ടിക്കൂട്ട് റിപ്പോർട്ടെന്നാണ് പറയുന്നത്. ഞാൻ ശ്രീജിത്തിലേക്ക് വന്നാൽ, ശ്രീജിത്ത്, ഈ ദേവസ്വം ബോർഡിൻ്റെ തലയിലിട്ട് റിപ്പോർട്ട് തട്ടിക്കൂട്ട് റിപ്പോർട്ടാണെന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല, അദ്ദേഹം പറയുന്നത് നാണംകെട്ട റിപ്പോർട്ടെന്നൊക്കെയാണ് ഈ ലേഖനത്തിൽ പറയുന്നത്, അല്ലേ? തീർച്ചയായും നാണംകെട്ട റിപ്പോർട്ടാണ്, തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് എന്ന തരത്തിലുള്ള പരിഹാസങ്ങളാണ് ഈ ലേഖനത്തിലുള്ളത്. SP-യുടെയും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെയും തലയിൽ ഉത്തരവാദിത്തം ഇട്ടുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിരിക്കുന്നു. എന്നാൽ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട എല്ലാ ഗൂഢാലോചനയുടെയും ഉത്തരവാദിത്തം ADGP MR അജിത് കുമാറിനാണെന്ന ആരോപണവും ഈ ലേഖനം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോ ദൃശ്യങ്ങളിൽ അജിത് കുമാർ അവിടെ നിൽക്കുകയും ഒപ്പം ചാരനിറത്തിലുള്ള വസ്ത്രം ധരിച്ച ഒരാൾ കർത്താവിനെ പോലെ കൈകൾ ഉയർത്തി സർവശക്തൻ എന്ന പേരിൽ നിൽക്കുന്നുമുണ്ട് തുടങ്ങിയ പരാമർശങ്ങളും ഈ ലേഖനത്തിലുണ്ട്. ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല. എന്തായാലും ADGP MR അജിത് കുമാറാണ് പൂരം കലക്കിയത്, മറ്റാർക്കുമല്ല അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഈ ലേഖനത്തിലൂടെ ചെയ്യുന്നത്. ശ്രീജിത്ത്, ഞാനൊന്ന് തുറന്നു ചോദിച്ചോട്ടെ. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരമനുസരിച്ച് താൻ മൂകാംബികയ്ക്കുള്ള യാത്രാമധ്യേ ആയിരുന്നുവെന്നും പൂരം ദിവസം രാത്രിയിൽ താൻ അവിടെ ഉണ്ടായിരുന്നു, പുലർച്ചെ താൻ മൂകാംബികയ്ക്ക് പോയി എന്നുമാണ് അജിത് കുമാർ പറയുന്നത്. പക്ഷേ ADGP MR അജിത് കുമാർ തൃശ്ശൂർ നഗരത്തിൽ പൂരം കലക്കുന്ന രാത്രിയിൽ ആ നഗരത്തിലുണ്ടായിരുന്നു എന്നത് തന്നെ ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒന്നല്ലേ? അവിടെയാണ് ഇപ്പോൾ ഈ ലേഖനത്തിൽ പറയുന്നത് പോലെ ആ രാത്രിയിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ലേഖനത്തിൽ പറയുന്നുണ്ട്. ലോകരക്ഷകനായ കർത്താവിനെ പോലെ അന്തരീക്ഷത്തിലേക്ക് അനുഗ്രഹിക്കും വണ്ണമുള്ള ചിത്രം, പൂരപരിപാടികൾ നിയന്ത്രിക്കുന്നത് ഇയാളാണെന്ന് ചിത്രത്തിൽ വ്യക്തം. ADGP രംഗത്തുള്ളപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് വെറും ഒരു SP ആകുന്നത് എങ്ങനെ? പൂരം എങ്ങനെ ഭംഗിയാക്കാം എന്നതിന് പകരം എങ്ങനെ കുളമാക്കാം? പൂരം കലക്കി എങ്ങനെ സുരേഷ് ഗോപി ജയിപ്പിക്കാം എന്ന ഗൂഢാലോചനയിലെ ഓരോ നീക്കവും അജിത്ത് നടത്തുന്നത് ആ വീഡിയോയിൽ കാണാം എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ അതായത് അജിത്തിൻ്റെ ആ സാന്നിധ്യം തന്നെ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നു, അല്ലേ ശ്രീജിത്ത്? അരുൺ, അജിത് കുമാറിൻ്റെ സാന്നിധ്യം ആരോപണങ്ങൾക്ക് ശക്തി പകരുമെങ്കിലും അദ്ദേഹത്തിന് ചില ന്യായവാദങ്ങൾ ഉന്നയിക്കാൻ പര്യാപ്തമായ കാരണങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ അദ്ദേഹം ഭാര്യ വീട്ടിൽ താമസിച്ച് മൂകാംബികയിലേക്ക് പോയി എന്ന ഒരു കാരണം നിരത്തിയാൽ അതിനെ നിഷേധിക്കാൻ കഴിയില്ല. അദ്ദേഹം ഭാര്യ വീട്ടിൽ പോകരുതെന്നോ താമസിക്കരുതെന്നോ പറയാൻ കഴിയില്ല. എന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം അവരുടെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഗുരുതരമായ ഒരു തെളിവായി മാറും. മാത്രമല്ല, ഇപ്പോൾ പാർട്ടി വൃത്തങ്ങളിലും CPI നേതാക്കൾക്കിടയിലും പ്രചരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് തന്നെയാണ് അവർ പറയുന്നത്. അതായത് ഈ പൂരം രാത്രിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഇടപെടണം എന്നൊരു വാദം ആളുകൾ ഉന്നയിച്ചു.